ഹലോ, ഷൈജനും നിഷയുമാണ് മുംബൈയിൽ നിന്ന്. മുംബൈ അൺകവേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് മുംബൈയിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മുംബൈയുടെ ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. CSMT അഥവാ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൽ നിന്നോ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ബസ്സിലോ ടാക്സിയിലോ നിങ്ങൾക്ക് ഗേറ്റ് വേയിൽ എത്തി. പോകുന്ന വഴിയിൽ ഒട്ടേറെ ചരിത്ര സ്മാരകങ്ങളും ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിട സമുച്ചയങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗേറ്റ് വേയിൽ എത്തിച്ചേർന്നാൽ സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ബാഗുകളെല്ലാം സ്കാൻ ചെയ്ത ശേഷമേ അകത്തേക്ക് കടത്തിവിടും. ദിനംപ്രതി വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുന്തോറും ഈ സ്മാരകത്തിന് നേരെയുള്ള ഭീഷണികളും കൂടി വരുന്നു. 2003 ഗേറ്റ് വേക്ക് സമീപം നടന്ന കാർ ബോംബ് സ്ഫോടനവും 2008 നവംബർ 26 ഗേറ്റ് വേക്ക് സമീപമുള്ള താജ് പാലസിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന് ശേഷവും ഈ പ്രദേശം മഹാരാഷ്ട്ര പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ്. എങ്കിലും ഇവിടേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. മുംബൈയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഈ ചരിത്ര സ്മാരകം മുംബൈയുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നു. 1911 ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവിന്റെയും മേരി രാജ്ഞിയുടെയും ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഈ സ്മാരകത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പൂർത്തീകരിക്കാനായത് 1924 1911 മാർച്ച് 3 ബ്രിട്ടീഷ് ആർമി ഉദ്യോഗസ്ഥനും അന്നത്തെ ബോംബെ ഗവർണറുമായിരുന്ന സർ ജോർജ് സിഡൻഹാം ഈ സ്മാരകത്തിന് തറക്കല്ലിട്ടത്. ഹിന്ദു മുസ്ലിം നിർമ്മാണ ശൈലി ഏകോപിപ്പിച്ച് 100 വർഷങ്ങൾക്ക് മുൻപ് 21 ലക്ഷം രൂപ കൊണ്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. അന്നത്തെ കാലത്ത് 21 ലക്ഷം രൂപ എന്നത് ഭാരിച്ച ഒരു സംഖ്യയായിരുന്നു. ഗാമൺ ഇന്ത്യക്കായിരുന്നു നിർമ്മാണ ചുമതല. 26 മീറ്റർ ഉയരമുള്ള ഈ സൗധം ഡിസൈൻ ചെയ്തത് സ്കോട്ടിഷ് ആർക്കിടെക്റ്റായിരുന്ന ജോർജ് വിറ്ററ്റ് എന്ന വ്യക്തിയായിരുന്നു. 1911 മാർച്ച് 31 തറക്കല്ലിട്ടെങ്കിലും 14 വർഷങ്ങൾക്ക് ശേഷം 1924 ഡിസംബർ 4 ഇതിന്റെ ഉദ്ഘാടനം. കടൽ മാർഗം നഗരത്തിലെത്തുന്നവർക്ക് നഗരത്തിന്റെ ആദ്യ കാഴ്ചയായിരുന്നു ഗേറ്റ് വേ. 1947 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം അവസാന ബ്രിട്ടീഷ് സൈനികനെയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്തതും ഇവിടെ നിന്നായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ജംഷഡ്ജി ടാറ്റയാണ് ഗേറ്റ് വേയുടെ നിർമ്മിതിക്ക് മുന്നേ 1903 ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലായ താജ് പാലസ് നിർമ്മിച്ചത്. നിർമ്മാണ ശൈലിയിലെ ഭംഗി കൊണ്ട് ആരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന ഈ കെട്ടിടം 6 നിലകളിലായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം 1972 പാലസിന്റെ അടുത്തായി പണിതീർത്ത 20 നിലകളുള്ള ഈ ഹോട്ടൽ സമുച്ചയം താജ് ടവർ എന്നറിയപ്പെടുന്നു. 2008 നവംബർ 26 ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട തീവ്രവാദി ആക്രമണം നടന്ന ഒരു സ്ഥലം കൂടിയാണ് താജ് പാലസ്.
ഗേറ്റ് വേയിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂർ ബോട്ടിൽ സഞ്ചരിച്ചാൽ അടുത്തൊരു ചരിത്ര പ്രാധാന്യമുള്ള എലിഫന്റ കേവ്സിൽ എത്തിച്ചേരാം. എലിഫന്റ കേവ്സിന്റെ ചരിത്രവും വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ മുംബൈ അൺകവേർഡിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.